കൃഷ്ണനെയും ഗോപിമാരെയും തോഴിമാരായിട്ടുള്ള ഗോപിമാരെയും ഇവിടെ ഓരോരുത്തർക്കും ഹൃദയസ്ഥമാണ്. പിന്നെ മാങ്കാവിന് പുറത്ത് ഉള്ളവർക്ക് നൗകാചരിതം എന്ന് പറയുമ്പോൾ അത് കൃഷ്ണൻ്റെ കഥ തന്നെയാണോ, അതെവിടെയും കേട്ടിട്ട് തന്നെ ഇല്ലല്ലോ, ഭഗവതിലൊന്നും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ കൃഷ്ണൻ ഗോപിമാരെയും കൊണ്ട് കാളിന്തിപ്പുഴയിൽ കളിക്കാൻ പോയ കഥയാണ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടോ എന്നുള്ള അതാണ് നേരത്തെ പറഞ്ഞത്. ത്യാഗരാജസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഭാഗവതത്തിലെ 3 കഥകളെ യോജിപ്പിച്ചിട്ടാണ് എന്ന് തോന്നാറുണ്ട്. ഒന്ന് ഗോപിമാരുടെ ആ ചേലകൾ കവർന്ന കൃഷ്ണൻ, പിന്നെ ഒന്ന് മഴയിൽ നിന്ന് രക്ഷിച്ച കൃഷ്ണൻ, പിന്നെ രാസക്രീഡ ആടിയ കൃഷ്ണൻ. അപ്പോൾ രാസക്രീഡയും മഴയിൽ നിന്നുള്ള രക്ഷയും പിന്നെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഭഗവതിൽ പറയാറുണ്ട്, അവരുടെ അഭിമാനമാകുന്ന ദേഹാഭിമാനജം വസ്ത്രം, ദേഹത്തെക്കുറിച്ചുള്ള അമിതമായ അഭിമാനം, എൻ്റെ ശരീരത്തെ പറ്റിയിട്ടുള്ള എനിക്കുള്ള അഭിമാനം, സൗന്ദര്യത്തെക്കുറിച്ച്, യൗവനത്തെക്കുറിച്ച്, കുലത്തെക്കുറിച്ച്, അങ്ങനെ 5 രംഗങ്ങൾ 5 നിറങ്ങളുണ്ടെങ്കിൽ അത് 5 തരത്തിലുള്ള അഹങ്കാരമാണ്. അതെല്ലാം നിശേഷം നശിച്ചെങ്കിലേ തന്നിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ള പരമാത്മ ചേലാഞ്ചലത്തിൽ, ഈ കഥയിൽ ഞാനൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. ചേലാഞ്ചലത്തിൽ പരമാത്മതത്വം കാണിച്ച് ആണ് കൃഷ്ണൻ ഒരു വസ്ത്രത്തിൻ്റെ കഥയിലൂടെ, വസ്ത്രമഴിച്ച കഥയിലൂടെ പരമാത്മതത്വം തന്നെയാണ്. നിങ്ങളുടേതായിട്ടുള്ള അഭിമാനമെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നിലേക്ക് വരൂ എന്ന് ഓടക്കുഴൽ വിളിയിലൂടെ കൃഷ്ണൻ ഗോപിമാരെ അറിയിക്കുകയാണ് ചെയ്തത്. ഈ കഥ ഇപ്പോൾ ഇവിടെ 1-1.5 മണിക്കൂർ സമയത്തിൻ്റെ കഥയുള്ളൂ, ഒരു രംഗമുള്ളൂ. സാധാരണ കഥകളിയിലെ സാമ്പ്രദായികമായിട്ടുള്ള പലതും ഇതിൽ നിങ്ങൾക്ക് കണ്ടു എന്ന് വരില്ല. കഥകളിയുടെ ചിട്ടപ്രധാനത ചിലപ്പോൾ ഇതിൽ കണ്ടു എന്ന് വരില്ല. എന്നാൽ ഇത് കഥകളിത്തത്തോട് കൂടി തന്നെയാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നത്. ഇത് ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഞാൻ ഈ കഥ എഴുതി കഴിഞ്ഞത് ഒരു മാധവേട്ടനൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് അതെവിടെയോ പോയി നഷ്ടപ്പെട്ടു. ഹരി വീട്ടിൽ വരുമ്പോഴൊക്കെ ചോദിക്കും, രാധേഴ്ത്തി അതെവിടെയോ എനിക്കറിയില്ല, അതെവിടെയോ എഴുതിയിട്ടുണ്ട്, അന്ന് ഹരി പറഞ്ഞത് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ മാധവേട്ടൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് ചാടി വന്ന പോലെ, പുസ്തകങ്ങളൊക്കെ അടുക്കണേൻ്റെ ഇടയിൽ ചാടി വന്ന പോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഹരി വരുമ്പോൾ താൻ അത് അപ്പം തന്നെ കൊടുത്ത് ഏൽപ്പിക്കൂ, ഇല്ലെങ്കിൽ താൻ ഇനി അത് എവിടെയെങ്കിലും ഇട്ട് കളയും എന്ന് മാധവേട്ടൻ പറയുകയുണ്ടായി. അതുപോലെ അന്ന് മാധവേട്ടനെ കാണാനായിട്ട് ഹരി വന്നപ്പോൾ ഞാൻ വേഗത ഇനി ഇത് എൻ്റെ കയ്യിൽ വെക്കേണ്ട പറഞ്ഞിട്ട് കൊടുത്തേൽപ്പിച്ചു. അവിടെ നിന്നാണ് ഇതിൻ്റെ ഇന്നിവിടെ ഈ ഒരു നിലയിലേക്ക് അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു പെറ്റിട്ട ചോരയിൽ കുളിച്ച കുഞ്ഞിൻ്റെ പോലെയുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനെ തുടച്ച് വൃത്തിയാക്കി കുളിപ്പിക്കാനോ കണ്ണെഴുതിക്കാനോ പൊട്ടു തൊടിയിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അതെല്ലാം ചെയ്തത് ഇന്നിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി വരികയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ അഭിമാനവും നിങ്ങൾ ആദരിക്കേണ്ടത് കലാമണ്ഡലം സാജൻ, കലാമണ്ഡലം മനോജ്, ഇവരെ 2 പേരെയാണ്. അവരാണ് അതിനെ കുളിച്ച് കുറിയിടിപ്പിച്ച് അലങ്കാരങ്ങളെല്ലാം ചാർത്തി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഏതൊരു കഥയായാലും ശരി, അത് ആസ്വാദകരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് പാട്ടുകാരും വേഷക്കാരുമാണ് എന്നാണ് എൻ്റെ ഉത്തമ അനുഭവം എന്ന് തന്നെ പറയട്ടെ. എത്ര നല്ല അത്തിപ്പറ്റ രവിയാണ് ഇതിൻ്റെ സംഗീത സംവിധാനം ചെയ്തത്. മറ്റേ ആട്ടങ്ങളും എല്ലാം അതിൻ്റെ ചിട്ടയെല്ലാം ചിട്ടപ്പെടുത്തിയത് കലാമണ്ഡലം സാജനും കലാമണ്ഡലം മനോജുമാണ് ഇന്നിവിടെ കൃഷ്ണനായിട്ട് വേഷമിടുന്നത്. കലാമണ്ഡലം സാജൻ, പിന്നെ ഹരിപ്രിയ നമ്പൂതിരി, കോട്ടക്കൽ പ്രദീപ്, ഇന്ദുജ ചെറുളിയിൽ എന്നിവരാണ് 4 ഗോപികമാരായിട്ട് വേഷമിടുന്നത്. സംഗീതം
സംഗീത സംവിധാനവും പിന്നെ ഇവിടെ ചൊല്ലുന്നതും അത്തിപ്പറ്റ രവിക്ക് സഹായിയായിട്ട് ജിഷ്ണു ഒരുവലാശ്ശേരി. ചെണ്ട കലാമണ്ഡലം നന്ദകുമാർ, മദ്ദളം കലാമണ്ഡലം അനീഷ്, ചുട്ടി കലാമണ്ഡലം പത്മനാഭൻ, കോപ്പ് ചേലിയ. കഥ പറയാൻ നോക്കണം, കഥയില്ല, കണ്ട് തന്നെ മനസ്സിലേക്ക് എത്തേണ്ടതാണ്. എന്തായാലും ചുരുക്കത്തിലൊന്ന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഗോപിമാരെ എത്രയോ കാലമായിട്ട് കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ, ഗോപന്മാരെല്ലാം കൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ പോകുന്നുണ്ട്. പകൽ സമയത്ത് മുഴുവൻ ഗോപിമാർ ഇവിടെ ഇരുന്ന് ആ വേണുഗാനം അവിടെ ഇരുന്ന് അവർ ആലപിക്കുന്നു. വൈകുന്നേരം വരുമ്പോൾ ഓരോ ദിവസത്തെ കഥകൾ കേട്ട് കൊതിച്ചിരിക്കുന്ന ഗോപിമാർക്ക് ഒരു ദിവസം കൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളി കേട്ടപ്പോൾ വീട്ടിൽ സഹിച്ചിരിക്കാൻ സാധിച്ചില്ല. അവർ ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. വൃന്ദാവനത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ കാളിന്തിപ്പുഴയുടെ തീരത്ത് ഒരു വലിയ ഇന്നത്തെ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഒരു ഹൗസ് ബോട്ട്, വലിയൊരു ഹംസ സമാനമായിട്ടുള്ള വലിയൊരു നൗക കാളിന്തിയുടെ തീരത്ത് കാണുന്നു. അവർ കൃഷ്ണനെ എവിടെയൊന്നും കാണാനില്ല, നമുക്ക് കുറച്ച് നേരം വഞ്ചി കളിക്കാം എന്ന് പറഞ്ഞ് അവർ വഞ്ചി കളിക്കാനായിട്ട് പുറപ്പെടുമ്പോഴേക്കും കൃഷ്ണൻ വരുന്നുണ്ട്. കൃഷ്ണനോട് അവർക്ക് അമിതമായ സ്വാതന്ത്ര്യമാണ്. എപ്പോഴും കളിയാക്കലിലൂടെയാണ്, സ്നേഹത്തിൻ്റെ പാരമ്യം കൊണ്ട് തന്നെ അവർക്ക് കൃഷ്ണനോട് എന്തും പറയാം. എടാ കള്ള, എടാ വികൃതി എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗോപിമാർക്ക്. കൃഷ്ണൻ വേഗം വന്ന് പറഞ്ഞു, നീ വലിയ കുസൃതിയാണ്, ഇതാ കൃഷ്ണൻ വരുന്നുണ്ടോ നമ്മുടെ വികൃതി ചെക്കൻ, അവനെ നമുക്ക് കൂട്ടണ്ടാവും. കൃഷ്ണൻ ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ. വേണ്ട നീ വരണ്ട, നീ വലിയ വികൃതിയാണ് എന്ന് പറയും. പിന്നെ പലതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർ കൃഷ്ണനെ കളിയാക്കാൻ ഇവർ ശ്രമിക്കും. കൃഷ്ണൻ ചെയ്തിട്ടുള്ള വികൃതികളെ കുറിച്ചിട്ട് പലതും ഗോപിമാർ പറയും. എന്നാലും പിന്നെ അവസാനം ശരി ഞാൻ പോന്നോ, നീ വികൃതിയൊന്നും കാണിക്കാതെ ഇരിക്കണേ എന്ന് പറഞ്ഞ്, അപ്പം ഞാൻ വരട്ടെ എന്ന് വെച്ചിട്ട് പെണ്ണുങ്ങളിങ്ങനെ തനിച്ചൊന്നും പോകാൻ പാടില്ല, എപ്പോഴും ഒരു പുരുഷൻ സഹായം വേണം. പ്രകൃതിയും പുരുഷനും ഒന്നിച്ചാലല്ലേ എന്നൊക്കെ വലിയ ചെറിയ വായിൽ വലിയ തത്വങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞ് അവർ കൂടെ കൂട്ടി വഞ്ചി തുഴഞ്ഞ് കുറച്ച് നേരം വഞ്ചി തുഴയുമ്പോഴേക്കും അവർ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കൈകൊട്ടി പാടും, കൃഷ്ണനെ ആലിംഗനം ചെയ്യും, കൃഷ്ണനെ ചുംബിക്കും. അങ്ങനെ അവർ വളരെ രസമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഗോപിമാർക്ക് തോന്നുകയാണ്, ഈ കൃഷ്ണൻ എൻ്റേത് മാത്രമാണ്, കൃഷ്ണന് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ഓരോ ഗോപിക്കും തോന്നുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഇവരുടെ ഈ അഹങ്കാരം ഒന്ന് തീർക്കണം എന്നുള്ളത് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവർ നോക്കുമ്പോഴേക്കും അതാ വല്ലാതെ ഇടി മുഴങ്ങുന്നു. കാറ്റ് ഇത്രയും നേരം ഒരു മഴക്കാലമൊന്നും ആയിരുന്നില്ല, എന്നിട്ടും വലിയ കൊടുങ്കാറ്റ് പോലെ മഴ, കോരിച്ചൊരിയുന്ന മഴ. അവർ യമുനാദേവി പെട്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു, അയ്യോ നിങ്ങൾ എന്നെ ചതിച്ചൂലോ, എന്നെ ഇപ്പോൾ മുക്കി കൊല്ലാനാണല്ലോ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർ നദിയോട് പറയും, അയ്യോ യമുനാ നദി, ഞങ്ങൾക്ക് എന്താ ആപത്ത് പറ്റിയാലും സാരില്ല, ഞങ്ങളുടെ കൃഷ്ണനൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് അവർ യമുനാ നദിയോട് പ്രാർത്ഥിക്കും. കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം യമുനയ്ക്ക് സമർപ്പിക്കും, ഞങ്ങൾ പൂജിക്കാം, നദീപൂജ ചെയ്യാം എന്നൊക്കെ പ്രാർത്ഥിക്കും. കൃഷ്ണനെ അവരെടുത്ത് പൊക്കി പിടിക്കാൻ നോക്കും. വെള്ളത്തിൻ്റെ അവരുടെ തലയ്ക്ക് മേലെ എല്ലാവരും കൂടിയിട്ട് പൊക്കി പിടിക്കാനൊക്കെ ശ്രമിക്കും. കൃഷ്ണൻ ഊർന്നിറങ്ങിയിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെയൊന്നും ഈ മാലയും കമ്മലും വളയും അരഞ്ഞാളും ഒന്നും കൊടുത്തിട്ട് എങ്ങനെയോ ഇതേ നോക്കൂ, വഞ്ചിയിൽ വെള്ളമാണ് പൊങ്ങി വരണത്. വെള്ളം വരാതെ ആവണമെങ്കിൽ തുണി എടുത്തിട്ട് അടയ്ക്കണ്ടേ, നിങ്ങളുടെ ഈ ആ സാരിയൊക്കെ അഴിച്ചിട്ടൊന്ന് അത് അടയ്ക്കൂ പറയും. അവർ ആദ്യം പുതച്ചിരുന്ന വസ്ത്രം എടുത്തിട്ട് അടച്ചു നോക്കും. അത് കഴിഞ്ഞപ്പം വെള്ളം നിൽക്കണില്ല, അപ്പോൾ ഉടുത്ത വസ്ത്രം എടുത്തിട്ട് അടച്ചു നോക്കും, ബ്ലൗസ് ഊരിയിട്ട് അടച്ചു നോക്കും, എല്ലാം വെച്ച് അടച്ചിട്ടും വെള്ളം വന്നുകൊണ്ട് തന്നെ ഇരിക്കുക. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇതിപ്പോൾ കൃഷ്ണനൊന്നിൻ്റെ എന്തോ ഒരു മാഴ തന്നെയാണ്, ഞങ്ങൾക്ക് കൃഷ്ണൻ മാത്രമേ അഗതികളായിട്ടുള്ള ഞങ്ങൾക്ക് കൃഷ്ണൻ മാത്രമേ ഗതിയുള്ളൂ, കൃഷ്ണ രക്ഷിക്കണേ എന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ കൃഷ്ണൻ പറയും, നിങ്ങൾ കണ്ണടച്ച് ഒരു മിനിറ്റ് നേരം കണ്ണടച്ചിട്ട് എന്നിൽ തന്നെ എല്ലാം സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഗോപിമാർക്ക് ലജ്ജയും വസ്ത്രവും ഉപേക്ഷിച്ച് അവർ കൈ രണ്ടും പൊക്കി ഈ കൃഷ്ണൻ ജഗദീശ്വരൻ തന്നെയാണ് എന്ന ഭാവം അവരുടെ ഉള്ളിൽ വന്നിട്ട് അവരങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവർ മഴയില്ല,
കാറ്റുമില്ല. അവരൊക്കെ നല്ലോണം വസ്ത്രമൊക്കെ ഇവിടെയൊക്കെ വന്ന പോലെ തന്നെ വളരെ വസ്ത്രാലങ്കാരം ഭൂഷിതരായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ ആ വളരെയധികം ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണനെ പൂജിക്കുക. കൃഷ്ണനെ കണ്ണെഴുതിക്കണു. ഒരു ഗോപി വന്നിട്ട് പൊട്ടുതൊടിയിക്കണു, നിവേദ്യങ്ങൾ അർപ്പിക്കണു. കൃഷ്ണൻ വളരെ സംപ്രീതനായിട്ട് വളരെ സന്തോഷമായിട്ടുള്ള കൃഷ്ണൻ അവരോട് ചേർന്ന് രാസലീലയാടുന്നു. ഇതിലൊരു പ്രത്യേകത, രാസലീല ഒരു പ്രത്യേക നൃത്ത ചുവടുകളിലൂടെയാണ്. കഥകളിയിൽ അഷ്ടകലാശം എന്ന പ്രത്യേക നൃത്ത രൂപമുണ്ട്. അത് പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ ആടി കാണാറുള്ളൂ. അത് ഈ സ്ത്രീ വേഷങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് കഥകളി കണ്ട് 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 നല്ല പരിചയമുള്ള നിങ്ങളെ അതിലേക്ക് കൂടി ഒന്ന് ഉപനയിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ എൻ്റെ അധിക പ്രസംഗം അയ്യൊന്നിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ അവരാണ് ഈ കഥയെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആസ്വദിക്കൂ, ആസ്വദിക്കൂ. അതിരുചിരതമാ ശ്രീലസത് കാന്തിപൂരം അതിരുതിരത ചിത്താക സം സംഭക്തിസാരം അഖബകമുഖ ദൈത്യ ആ
മഹിവരവരശയ്യ ആലംബം ആലംബയേ മുലകിന്നധീശൻ ഇടയ പെണ്ണുങ്ങൾ കാവിതം മധുരസ്വരം മുരളിയിൽ തുടങ്ങി തഥാ നേരെ ഓടിയണഞ്ഞ വല്ലവികളോ കണ്ടു കളിന്ദാത്മജ തീരത്തന്ന സമാനമായി അഴകിടും
മലയ മാരുത ശീതളം കുസുപിതമേദം